ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ക്രേസി നൈറ. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ടൈം 5 ആയി. ഇപ്പോൾ 5 എഴുതിക്കണം. ബിക്കോസ് ഞാനിപ്പോൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണ് ഞാൻ അതിനകത്ത് പഠിക്കുന്നത്. എനിക്ക് ഏർലി മോർണിംഗ് പഠിച്ച പെട്ടെന്ന് തലയ്ക്കും. അതർവൈസ് നമുക്ക് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ പഠിക്കുന്നത് ഈ ടൈമിൽ ഒരു ഹാഫ് ആൻ അവർ പഠിച്ചാൽ എനിക്ക് പെട്ടെന്ന് തലയ്ക്കും. സോ മോർണിംഗ് നമ്മൾ ബുക്കൊക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ഒരു വ്ളോഗ് എടുത്താലോ എന്ന്. എത്രത്തോളം ഫിനിഷ് ചെയ്യാൻ പറ്റും എന്ന് അറിയത്തില്ല. ബട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ ഇപ്പോൾ കുറേ നാളായി വ്ളോഗെല്ലാം ചെയ്തിട്ട്. ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് ട്രൈ ഇറ്റ്, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ക്രേസി നൈറ. ഞാനിപ്പോൾ പോയി പഠിച്ചിട്ട് വരാം. ഒരു 5 to 7 ഞാൻ പഠിക്കുന്നത്. ബിക്കോസ് അതിനുശേഷം അമ്മ ചായ കൊണ്ടുവന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഫോൺ നോക്കണം. ഫോൺ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പായി, റീൽസായി, ഇൻസ്റ്റാഗ്രാമായി. സോ 5 to 7 ആ ടൈമിൽ എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യാറില്ല. അപ്പം ഞാൻ പോയിട്ട് പഠിച്ചിട്ട് ഓക്കെ, ബൈ ബൈ. എന്നോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പൂ പോലെ നീ നിറഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളായി തുള്ളികള. ഹോംവർക്ക് ഉണ്ടോ? ഹോംവർക്ക് ഐറക്ക് ഉണ്ടല്ലോ, ഞാൻ കണ്ടല്ല. ഹോംവർക്ക് ഉണ്ട്. ടീച്ചറിനെ വിളിക്കട്ടെ. ടീച്ചറെ ഹോംവർക്ക് ചെയ്യുന്നില്ല. രാവിലെ ഒരു കൊച്ചു ഫോൺ എടുക്കാൻ പോണ്. രാവിലെ എഴുന്നേറ്റ് അങ്ങനെ പാട്ടൊക്കെ പാടി നമ്മുടെ അയറക്കുട്ടീനെ എഴുന്നേൽപ്പിച്ച്. അപ്പം നമ്മുടെ അടുത്തുള്ള ഭാനുമാമ ചെമ്മീനായിട്ട് വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ഡെയിലി കുറച്ച് ചെമ്മീൻ മേടിക്കും. അപ്പം കയ്യോടെ തന്നെ അമ്മ അതങ്ങോട്ട് ചെമ്മീൻ ഫ്രൈ ആക്കാൻ പോണേയാണ്. അതെല്ലാം കിള്ളി നല്ല ഫ്രഷ് ചെമ്മീൻ, നല്ല പിടക്കണ ചെമ്മീൻ എന്ന് പറയില്ലേ, അങ്ങനെ ഫ്രഷ് ചെമ്മീനായിരിക്കും. നമ്മളപ്പോൾ ഡെയിലി മേടിക്കും ഇവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടും. പിന്നെ ഡെയിലി ഉണ്ടാവും, നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അതപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആക്കി. അതിനുശേഷം അമ്മതേ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സാമ്പാറും ദോശയായിരുന്നു. ഇവിടെ ഞാൻ ദോശ ലവറാണ്, ബട്ട് അയറക്ക് ഇഡ്ഡലിയാണ് ഭയങ്കര ഇഷ്ടം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മറിച്ചൊക്കെ ഇതാക്കും. അങ്ങനെ ദേ വേഗം റെഡിയായി. പിന്നെ ഇനി മേക്കപ്പ് ടൈമാണ്. നമ്മളൊരു ഇവർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9:45 നമ്മൾ എന്തായാലും 8:50 ആ ടൈമിൽ നമ്മൾ റെഡി ആയിട്ട് കഴിയും, കുളിച്ചൊക്കെ കഴിയും, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിയും. പിന്നെ ഇങ്ങനെ ഈ മേക്കപ്പ് ചെയ്യലാണ് എൻ്റെ ഡ്യൂട്ടി. കണ്ടോ, ഓരോരോ ക്ലിപ്പ് വെച്ച് അത് കഴിഞ്ഞപ്പോൾ ആ ക്ലിപ്പിൻ്റെ കൂടെ റായും കൂടി വെക്കണം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അത് കുറേ ഉള്ള പോലെ ഇരിക്കണം, നമുക്കത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി പിന്നെ വളയൊക്കെ ഇട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരത്തേക്ക്. ചേച്ചിയും അത് തന്നെ. അങ്ങനത്തെ സ്പ്രേ ഒക്കെ അടിച്ച് ഞാനതിങ്ങനെ പറ്റിക്കാൻ നോക്കി, സൗണ്ട് ഉണ്ടാക്കി ഷൂ എന്നും പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരത്തെ കണ്ടുപിടിച്ച് ഇല്ല വീണില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. പിന്നെ രണ്ടാമതൊക്കെ അടിച്ചു കൊടുത്തത്. അപ്പം അമ്മ പുതിയ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. അമ്മുവിന് ഇനി മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം. മുടി ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് വളർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 മാസത്തിനുള്ളിൽ അരങ്ങേറ്റമൊക്കെ വരുന്നുണ്ട് അമ്മുവിന്. അതുകൊണ്ട് മുടി ഇനി നന്നായിട്ട് നീട്ടി വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്, ഇനി വെട്ടുന്നില്ല. അങ്ങനത്തെ മുടിയൊക്കെ വേഗം കെട്ടിക്കൊടുക്കണേണ്. അപ്പോൾ ഏത് ക്ലിപ്പ് ഇത് മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടയിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ വെറൈറ്റി ക്ലിപ്പൊക്കെ കാണുമ്പോൾ മേടിച്ചിട്ടും വരും. നമ്മളൊരു മിഠായി മേടിച്ച് കൊടുക്കണമെങ്കിലും ഹാപ്പിയാണ്. ഇതുപോലെ ക്ലിപ്പും സ്ലൈഡൊക്കെ മേടിച്ച് കൊടുക്കുമ്പോഴേക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മുടി കെട്ടി കഴിഞ്ഞ്, പക്ഷേ മുടി കെട്ടി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരത്തേക്ക് ലിപ്സ്റ്റിക്ക് വേണം. അപ്പം ഞാൻ വേണ്ട, വൈറ്റ് കളർ ഡ്രസ്സല്ലേ, എന്തെങ്കിലും ഡ്രസ്സിലായാലെന്ന് വെച്ചിട്ട് സമ്മതിക്കുന്നില്ല. പിന്നെ അതേ ലിപ്സ്റ്റിക്കൊക്കെ പോയി തന്നെ അത് ലിപ്സ്റ്റിക്കൊക്കെ അടിക്കാൻ പോണേണ്. അപ്പോൾ അയറ ഫുള്ള് റെഡിയായെല്ലാം കഴിഞ്ഞ്. ആക്ച്വലി നമ്മളിപ്പോൾ നിയർ ബൈ സ്കൂളിലേക്കാണ് ആക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകിയൊക്കെ പോയാൽ മതി. അപ്പോഴത്തേ ചാച്ചനൊക്കെ എഴുന്നേറ്റ് ചാച്ചൻ്റെ കൂട്ടുകാരനെ കൂടി സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പോയി രണ്ടുപേരും കൂടി ചാച്ചനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാനാണ്. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാനുള്ള സമയമായി. 2 പേരും അവരവർക്ക് വേണ്ട ലഞ്ച് ബോക്സ് 2 പേരുമാണ് പാക്ക് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ കക്കയിറച്ചിയാണ്. 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത്തിരി കോൺഫ്ലവറൊക്കെ ഇട്ട് കക്കയിറച്ചി നല്ല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പേർക്ക് ആവശ്യത്തിന് 2 പേരും പാക്ക് ചെയ്യാനാണ്. ഞാൻ ഇപ്പോൾ ഈ വർഷത്തെ സ്കൂൾ തുടങ്ങി ഞാൻ തന്നെ അങ്ങോട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, 2 പേർക്കും വേണ്ടത് ഇങ്ങനെ എടുത്തോ, പാത്രമൊക്കെ എടുത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ളത് എടുത്തോ. അതുപോലെ തന്നെ ടിഫിനും തന്നെ പാക്ക് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു 1 month ആയല്ലോ നിയർ ബൈ. അപ്പോൾ 2 പേര് ട്രെയിൻഡായി. ഓക്കെ, നമ്മൾ ഇത് കൊടുത്താൽ മതി, തന്നെ പാക്ക് ചെയ്തേക്കും.
ചൂടുണ്ടാവില്ല, ചൂടുള്ള സാധനം കൊടുക്കാറില്ല. ചൂടില്ലാണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഈസി ആയിട്ടുള്ള പപ്പടം ഫ്രൈ, അതുപോലെ മുട്ട വറുത്തത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ രാവിലെ. കൂടുതലും അമ്മുവാണ് പാക്ക് ചെയ്യുന്നത്. പിന്നെ അയറ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണപ്പോൾ അയറ വന്നിട്ട് ഞാനും ഹെൽപ്പ് ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇവർക്ക് കറി എന്തെങ്കിലും കൊണ്ടുപോകണം. ചോറ് അവിടെ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നയറ ഒരു വൈറ്റ് റൈസ് കഴിക്കത്തേ ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ന്യൂ സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും കഴിക്കണം, അവിടെ നിന്ന് വൈറ്റ് റൈസ് കഴിക്കാത്ത കൊച്ചുങ്ങൾക്ക് അഡ്മിഷനേ ഇല്ല. അങ്ങനെ പറഞ്ഞ് 2 മന്ത് ഞാൻ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇപ്പം നല്ല ഗുഡ് ഗേളായിട്ട് അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കറികൾ, ഇങ്ങനെ പ്രോൺസ് ഫ്രൈയോ, ഇതപ്പോൾ പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ, വൈകിട്ടത്തേക്ക് ആക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ കക്കയിറച്ചി ആണ് രാവിലത്തേക്ക് ഫ്രൈ ചെയ്ത് കൊടുത്തത്. അങ്ങനെ രണ്ടുപേരും പാക്ക് ചെയ്ത്, ഐറക്ക് സ്പൈഡർമാൻ്റെ ടിഫിൻ ബോക്സും നൈറക്ക് ബാർബിയുടെ ടിഫിൻ ബോക്സ്, അങ്ങനെ അതിലെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്നാക്സാണ്. സ്നാക്സ് 2 കപ്പ് കേക്ക് എന്തെങ്കിലും ലൈറ്റായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കില്ല. അതുകൊണ്ട് അങ്ങനെ സ്നാക്സൊക്കെ 2 പേരും തന്നെ പാക്ക് ചെയ്യുവാണേ ആവശ്യത്തിന് വേണ്ടത്. അങ്ങനെ അതെല്ലാം ചെയ്ത് വാട്ടർ ഓൾസോ ഫില്ല് ചെയ്ത് ഇനി തന്നെ അവരുടെ ടിഫിൻ ബാഗിലേക്ക് 2 പേരും വെച്ചേക്കും. അപ്പോൾ നമുക്ക് നമ്മളെന്തെങ്കിലും തിരക്കിലാണെങ്കിൽ ഓക്കെ ചെയ്തപ്പോൾ അവരുടെ എന്തായാലും നമ്മൾ മോർണിംഗ് നല്ല തിരക്കിലായിരിക്കുമല്ലോ, അപ്പോൾ ഈ ഒരു ഏരിയ അവരാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ കൊടുത്തേക്കുന്നത് ഓൺ ഡ്യൂട്ടി, അവർക്കാണ് ആ ഡ്യൂട്ടി കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഇവരെ ഇതെല്ലാം സെറ്റാക്കിയിട്ട് വേണം ഞാൻ റെഡി ആവാൻ. നിയർ ബൈ ആണ്, എന്നാലും നമ്മൾ റെഡി ആയിട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ എല്ലാം ടിഫിൻ ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ റെഡിയാകാൻ പോയി. നമ്മുടെ വീടിൻ്റെ നിയർ ബൈ തന്നെ ഒരു 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ സ്കൂളിലേക്ക്. VVLP എന്നും പറഞ്ഞിട്ട് സ്കൂളാണ്. ആ സ്കൂളിൽ തന്നെയാണ് ഞാനും അനിയനും എല്ലാവരും പഠിച്ചത്. ഓക്കെ, അപ്പോൾ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരും ഉണ്ട്, ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിയർ ബൈ സ്കൂളിലാക്കണം എന്ന് വിചാരിച്ച്, കഴിഞ്ഞ കൊല്ലമൊക്കെ ഇവർ തേവരയിലായിരുന്നു പഠിച്ചിരുന്നത്. ആ സമയത്തെന്ന് വെച്ചാൽ CBSE സിലബസാണ്, അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ ലോങ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സിലബസ് തന്നെ അവർക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. വലിയ സ്റ്റോറി എല്ലാം കാണാണ്ട് പഠിക്കണം, അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിരുന്നപ്പോഴേക്കും ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേരള സിലബസാണ്, അതുപോലെ തന്നെ ഒട്ടും പ്രഷറേ ഇല്ല. അവർ എൻജോയ് ചെയ്തിട്ടാണ്, ഞാൻ ഇടയ്ക്ക് അമ്മൂനോട് ചോദിക്കും എങ്ങനെയുണ്ട്, നല്ല എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നല്ല ഫ്രീ ടൈം ഉണ്ട്, അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ ഇങ്ങനെ ക്ലാസ് എല്ലാം കാണിച്ചു കൊടുക്കും. അങ്ങനെ പ്രഷർ ഒന്നുമില്ല. ആ ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെ പ്രഷറൊന്നുമില്ല. ഹോംവർക്ക് ഉണ്ടാവും, പക്ഷേ അമ്മ തന്നെ ഹോംവർക്ക് എല്ലാം ചെയ്തേക്കും, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സൈഡിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അയറയുടെ പുറകെ നമ്മളിങ്ങനെ എഴുതാൻ നടക്കണം. ഇന്നലെ 3 ആയിരുന്നു ഹോംവർക്ക്. ഒരു 3-4 3 എഴുതിയതിന് ശേഷം എന്നോട് പറഞ്ഞ് ഇല്ല എനിക്കിനി 3 വേണ്ട, എനിക്ക് 3 ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പിന്നെ രാത്രി എല്ലാം കുത്തിയിരുത്തിയാണ് 3ൻ്റെ ഹോംവർക്ക് എഴുതിപ്പിച്ചത് അയറക്ക്. അയറ ഇപ്പോൾ LKGയിലേക്കാണ് കേട്ടോ ജോയിൻ ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം PKGയിലായിരുന്നു. ആ ടൈമിൽ പഠിച്ചതൊക്കെ തന്നെയാണ് ഇപ്പോഴും പഠിക്കുന്നത്, പക്ഷേ മടിച്ചാണ്. നയറ അങ്ങനെയില്ല. നയറ ഹോംവർക്ക് എല്ലാം നന്നായിട്ട് ചെയ്തേക്കും, ഒരു കുഴപ്പമില്ല. ഈ കൊല്ലം തുടങ്ങി അറബിയിലും കൂടി ചേർത്തിട്ടുണ്ട് നയറയെ. അപ്പോൾ ജസ്റ്റ് 4th സ്റ്റാൻഡേർഡ് വരെയാണ് ഈ സ്കൂളിലുള്ളത്. അപ്പോൾ അറബിയും കൂടി പഠിച്ചോട്ടെ, പുള്ളിക്കാരത്തേക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പഠിക്കുന്നുണ്ട്, ഞാനും ആ സബ്ജക്റ്റ് ജോയിൻ ചെയ്തോട്ടെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് മിസ് എന്നോട് ചോദിച്ചു അറബിക്ക് ജോയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ വിചാരിച്ചു നമുക്കറിയില്ലല്ലോ അറബി പറഞ്ഞു കൊടുക്കാനാണെങ്കിലും. അപ്പോൾ ഇനി 10th ചിലപ്പോൾ ഇനി അറബി എടുക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നയറ പറഞ്ഞു പ്ലീസ് അമ്മ എനിക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് എന്നെ പഠിപ്പിച്ച മിസ് തന്നെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പം മിസ്സിനോട് ഞാനിങ്ങനെ പറഞ്ഞു, മിസ് പറഞ്ഞു കുഴപ്പമില്ല ക്ലാസ്സിൽ കയറ്റാം, അവൾ അറബി പഠിച്ചോട്ടെ, ജസ്റ്റ് നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞിരിക്കാമല്ലോ, എക്സാമൊന്നും കുഴപ്പമില്ല, 5th സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അറബിയും കൂടി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നയറയുടെ ഹോംവർക്കാണ്. ആക്ച്വലി ഞാനൊരു 2 റഫ് ബുക്ക് മേടിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ എല്ലാ ബുക്കിലും ഈ പടം വരെയാണ്, കണ്ടോ ഇതുപോലെ ഇങ്ങനെ പടം വരച്ച് വെക്കും. അപ്പോൾ ഞാൻ ഒരു ഡ്രോയിങ് ബുക്കും ഒരെണ്ണം റഫ് ബുക്കായിട്ടാണ് കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ആ ഡ്രോയിങ് ബുക്ക് തന്നെ അവൾ റഫ് ബുക്കാക്കി. ഇറ്റ്സ് ഓക്കെ. ഇപ്പം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാലും ടെക്സ്റ്റ് ബുക്കിൽ വരെ വരക്കരുത്. പിന്നെ ഞാനത് പിണങ്ങി ടെക്സ്റ്റ് ബുക്കിലൊന്നും വരക്കരുത്. കണ്ടോ ഇതാണ് ടെക്സ്റ്റ് ബുക്ക്, എന്ത് ഈസിയാന്ന് നോക്കിയാൽ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കാണ്, ഭയങ്കര ഈസിയാണ്. ഇത് ഹോംവർക്ക് ആയിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു ജസ്റ്റ് ഫ്ലവറൊക്കെ വരച്ച് ലീഫിനൊക്കെ കളർ കൊടുക്കാനായിട്ട്. അപ്പോൾ എന്നെ കാണിച്ചു തന്നെയാണ് ഇന്നത്തെ ഹോംവർക്ക് ആയിരുന്നു ഇതെന്നുള്ളത്. അങ്ങനെ ബുക്കും ബാഗും. നയറക്ക് എല്ലാം ഒരു ബാർബി തീമായിരുന്നു, ബോക്സ് ബാഗ് നെയിം സ്ലിപ്പ് വരെ ബാർബി തീമായിരുന്നു. ഐറക്ക് സ്പൈഡർമാൻ, എനിക്ക് സ്പൈഡർമാൻ മതി എന്നും പറഞ്ഞിട്ട് സ്പൈഡർമാൻ്റെ തീമിലാണ് ബാഗ് ബോക്സ് വാട്ടർ ബോട്ടിൽ എല്ലാം മേടിച്ചത്.
അങ്ങനെ ഇതെല്ലാം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോണേന്. 9:45 ബെല്ലടിക്കുന്നത്. നമ്മൾ എള്ളി റെഡി ആവുകയാണെങ്കിൽ ഒരു 9:30 ആകുമ്പോൾ നൈസായിട്ട് പോകും. ഒരു 5 മിനിറ്റേ ഉള്ളൂ. എന്നുവെച്ചാൽ മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുമല്ലോ, അപ്പോൾ ആ ടൈമിൽ അധികം മഴയില്ല. അപ്പോൾ അതേ മീൻകാരൻ ചേട്ടനൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് മീനൊക്കെ മേടിക്കും രാവിലെ ടൈമുള്ളപ്പോൾ. എനിക്കിപ്പോൾ എന്തായാലും ഇവരാക്കിയിട്ട് വന്നിട്ട് കുറച്ച് വർക്ക് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. എനിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കയറണം. അപ്പോൾ അതേ ഷൂ ഒക്കെ തന്നെ ഗുഡ് ഗേളായിട്ട് നല്ല ഷൂ ഒക്കെ ഇട്ട് ചിലപ്പോൾ തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോകും. അപ്പോൾ നമ്മളൊന്ന് നോക്കണം. അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ അമ്മു ചേച്ചി അവിടെ പാരിജാതത്തിൻ്റെ പൂവുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ. അവിടെ നിന്ന് അനിയത്തിക്ക് പാരിജാതം പറിച്ച് തരാം തലയിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് പാരിജാതത്തിൻ്റെ അതേ പൂവ് പറിച്ച് എനിക്ക് തരുവാണേ. നല്ല സ്മെല്ലാണ് പാരിജാതത്തിൻ്റെ. രാത്രിയാണല്ലോ പാരിജാതം പൂക്കുന്നത്. അപ്പം നമ്മൾക്ക് ഒരു രാത്രിയായി കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് നമ്മുടെ വരാന്തയിലൊക്കെ ഇരിക്കുന്നത്. കണ്ടോ? അപ്പോൾ അതേ തലയിൽ വെച്ച് തരാൻ വേണ്ടി പറയുകയാണ് കുറുമ്പി പെണ്ണ്. അങ്ങനെ അതേ ഒരു സ്റ്റെപ്പ്, ഇപ്പോഴത്തെ സ്റ്റെപ്പാണ് കണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ സ്റ്റെപ്പ്. നമ്മളിങ്ങനെ അതേ തലയിൽ പൂവൊക്കെ കോളർ ഇങ്ങനെ കോളർ പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നത്. പക്ഷെ കോളർ ഇട്ടാൽ കഴുത്ത് ഭയങ്കര ടൈറ്റ്. വേണ്ട, കോളർ വേണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അതിങ്ങനെ മേളിലത്തെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിത് സ്കൂളിലേക്ക് എത്തി. ആകെ ഞാൻ പറഞ്ഞില്ലേ 2 മിനിറ്റിൽ നടന്നു പോകാനുള്ള ദൂരം ഉള്ളു. പിന്നെ ചിലപ്പോൾ പകുതി എത്തുമ്പോഴായിരിക്കും മഴ പെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ സ്കൂട്ടറിന് തന്നെയാണ് എപ്പോഴും പോകുന്നത്. പോയി അപ്പോൾ നയറേനെ ക്ലാസ്സിലേക്കാക്കി. നയറയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നത്. അതാണ് ആ സൈഡിലൊരു കൈയൊക്കെ ഉള്ളത്. ഞാൻ 2 പേരെയും ക്ലാസ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ആക്കി ഞാൻ റിട്ടേൺ ബാക്ക് തന്നെയാണ്. അപ്പോൾ തന്നെ ഒരു സമാധാനം 2 പേരെ ആക്കി കഴിഞ്ഞാൽ തന്നെ. പിന്നെ വീട്ടിലേക്ക് വന്ന് ഗേറ്റെല്ലാം അടച്ചിട്ട്, ചിലപ്പോൾ ഒരു പട്ടിക്കുഞ്ഞുണ്ട്, ആ പട്ടിക്കുഞ്ഞ് ചിലപ്പോൾ കയറി വരും ഉള്ളിലേക്ക്. അതുകൊണ്ട് ഗേറ്റെല്ലാം അടച്ചിട്ട് അപ്പോൾ ഇനി ടീ വന്നപ്പോൾ തന്നെ രാവിലെ ഞാൻ ടീ ഒന്നും കുടിക്കാനുള്ള ടൈമില്ല. അമ്മ രാവിലെ ഒരു ടീ തരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈമില്ല. അപ്പോൾ വന്നു കഴിഞ്ഞ് ഒരു എൻജോയ് ചെയ്തൊരു ടീ കുടിക്കണം. അപ്പോൾ ഗുഡ് ലൈഫിൻ്റെ പാലൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. നമ്മൾ റീസെൻ്റ്ലി ആയിട്ട് ഗുഡ് ലൈഫിൻ്റെ പാലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതുപോലെ മിൽമ അങ്ങനെ വേറെ ബ്രാൻഡൊക്കെ ഉപയോഗിച്ച് വന്നപ്പോഴേക്കും ഭയങ്കര കഫക്കെട്ട് നയറക്കും അയറക്കും അത് തന്നെ. അങ്ങനെ ഈ ബ്രാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ കഫക്കെട്ടൊന്നും ഇല്ല. നമുക്ക് ചായ റെഡി ആയിട്ടുണ്ട്, ചായ കുടിക്കാം. പിള്ളേരാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാണിപ്പോൾ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത്. TV ഓണാണ്, ഞാൻ വോയിസ് ഓവർ കൊടുക്കാം, അല്ലെങ്കിൽ TVയുടെ സൗണ്ട് എൻ്റെ സൗണ്ട് മിക്സ് ആയിട്ട്. അപ്പോൾ നമുക്ക് ടീ എടുക്കാം, ചായ കുടിക്കാം. ഓക്കെ, ഇനി ഇങ്ങനെ ചായ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കുടിച്ച് ഏകാന്തതയുടെ അപാര തീരം എന്നൊക്കെ പറയുന്ന പോലെ ഇതല്ലേ, റോഡിലേക്ക് വന്നവരെയും പോണവരെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. അധികം ടൈമൊന്നും ഇല്ല, ഒരു 10:30 നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ അപ്പം അമ്മ എന്തെങ്കിലും കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും കറി എന്തെങ്കിലും വെക്കേണ്ടി വരും. ഇന്നിപ്പോൾ കുക്കിങ്ങൊന്നും ഇല്ല. ആ കക്കിറച്ചി വറുത്തതുണ്ട്, അത് മതി ഉച്ചക്കത്തേക്ക്. പിന്നെ മാമ്പഴ പുളിശ്ശേരി ഇരിപ്പുണ്ട്, അത് 2 മതി. പിന്നെ അത് ഈ ക്ലിപ്പ് കണ്ടോ, അമ്മ മേടിച്ചിട്ട് വന്ന കേട്ടോ. നല്ല ഇപ്പോൾ ഫുള്ള് ട്രെൻഡിങ് ഇരിക്കുന്ന ക്ലിപ്പാണ്. എൻ്റെ കുറേ വെറൈറ്റി ഓഫ് ക്ലിപ്പ് ഇരിപ്പുണ്ട്. ഞാനിനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. 30 രൂപ അങ്ങനെ എന്തൊക്കെയാണ്, പക്ഷേ അടിപൊളിയാണ്. നമ്മുടെ മുടിയിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ അടിപൊളിയാണ്. ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഷോ ഓഫ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കുകയാണ്. ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ഫ്രണ്ടിൽ കുറച്ച് ഈ കുപ്പിപ്പാട്ട ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ വരുമ്പോൾ കൊടുക്കാനായിട്ട് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കണമായിരുന്നു, അതിന് കൊടുക്കണം. അന്ന് പിന്നെ വെയിൽ ഉണ്ടായിരുന്നു, മഴ അധികം ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. ഞാൻ അലക്കുന്ന ടൈമിൽ ഉണ്ടായിരുന്നു, പക്ഷേ അലക്കിയൊക്കെ കഴിഞ്ഞ് ഇരിച്ച് കഴിഞ്ഞിട്ട് മഴ വന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വാഷിങ്ങിന് വേണ്ടി നനച്ച് വെക്കുവാണ്. ഒരു കുറച്ച് നേരം സോക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോഴേക്കും എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് വാഷിങ് കൂടി ചെയ്യാം ആ ടൈമിൽ. അപ്പോൾ ബെഡ്ഷീറ്റ് വാഷ് ചെയ്യാനായിട്ടുള്ളത് അതും കൂടി സോക്ക് ചെയ്ത് വെച്ച് അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. റൂമൊക്കെ ക്ലീൻ ചെയ്ത് അടിക്കാനും തുടക്കാനൊക്കെ തുടങ്ങി. ഇത് ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ മേടിച്ചാണ് കേട്ടോ കഴിഞ്ഞ ദിവസം. അടിപൊളിയാണ് ഈ തുടക്കുന്ന സാധനം. ഞാൻ ഇങ്ങനത്തെ ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത്. പക്ഷെ നന്നായിട്ട് അഴുക്കെല്ലാം പോകുന്നുണ്ട്. നല്ല ക്ലോത്താണ്. ഈ കട്ടിലിൻ്റെ അടിയിലും എല്ലാം പോയി എല്ലാ ഡസ്റ്റും നന്നായിട്ട് അബ്സർവ് ചെയ്തെടുക്കുന്നുണ്ട്. അടിപൊളിയാണ്. 250 അത്രയൊക്കെ ആയുള്ളൂ.
ആ ചൂലും എന്തോ 150 അങ്ങനെ. ഇതിന് മുന്നേ ഉണ്ടായ ചൂല് ഒടിഞ്ഞു പോയി. അപ്പോൾ ഇത് 2 ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ചെയ്ത് അതെങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കണമായിരുന്നു. അങ്ങനെ തുടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ വാഷിങ് സ്റ്റാർട്ട് ചെയ്ത് അതും വാഷിങ്ങിനിട്ട് പിന്നെ റിട്ടേൺ ബാക്ക് പിന്നെയും വന്ന് തുടക്കാൻ വന്ന് അങ്ങനെ തുടച്ച് അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ പണികൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമല്ല. ഈ തുടക്കണതിൻ്റെ ഇടയ്ക്ക് തന്നെ അലക്കും കഴിയും, തുടക്കലും കഴിയും, അടിക്കലും കഴിയും, പെരൊതുക്കലും കഴിയും. അങ്ങനെ എല്ലാം കൂടി മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആകെ ഒരു ഹാഫ് ആൻ അവർ എനിക്ക് കിട്ടുള്ളൂ, ഒരു 10 to 10:30 വരെ. 10:30ക്ക് എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ ഓടിച്ചിട്ടാണ് ഈ പണികളെല്ലാം തീർക്കുന്നത്. പിന്നെ 10:30ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 1 o'clock വരെയും ക്ലാസ് ഉണ്ടാവും. പിന്നെ ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക്. ആ ടൈമിൽ ഫുഡ് കഴിച്ച് പിന്നെ ഓഫീസിലത്തെ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും ചെയ്യേണ്ടി വരും. പിന്നെ 3:30 വരെ പിന്നെയും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഫുള്ള് ബിസി ആയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ അപ്പോൾ പുറത്തൊക്കെ ഫുള്ള് തുടച്ച് സെറ്റാക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ വാഷിങ്ങും ഓൾമോസ്റ്റ് ഓവറായി. അതിൻ്റെ തുണിയെല്ലാം വാതിക്കലിട്ടിട്ടുണ്ട്. ഞാൻ പീസായിട്ടിലാണ് ഇടുന്നത്. ടെറസിൽ പോകാനായിട്ട് മടിയായി. അങ്ങനെ അവിടെ ഇട്ടാൽ നല്ല വെയിലാണ് കേട്ടോ, പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും. അങ്ങനെ റൂമിലേക്ക് വന്ന് ഫസ്റ്റ് തന്നെ കർട്ടനൊക്കെ എനിക്കൊന്ന് അങ്ങോട്ട് പൊക്കി വെച്ച് നല്ല ശുദ്ധമായി കയറണം റൂമിലേക്ക്. അപ്പോഴത്തെ ബെഡിൻ്റെയൊക്കെ അവസ്ഥ നോക്കി ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ പിള്ളേർ പോയതേ ഉള്ളല്ലോ. അപ്പോൾ അതെല്ലാം ബെഡെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പേപ്പറൊക്കെ ആയിരിക്കുള്ളൂ ഫുള്ളിങ്ങനെ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞോളെ. ആ പേപ്പറൊക്കെ തന്നെ എടുത്ത് വെക്കുന്നത്. പ്ലാസ്റ്റിക് കൊണ്ടുപോയിക്കോളും കോർപ്പറേഷനിലെ ചേച്ചിമാർ. ഈ പേപ്പർ കൊണ്ടുപോകില്ല. പേപ്പർ മാത്രം പിന്നെ എന്തെങ്കിലും വെള്ളമൊക്കെ ചൂടാക്കുമ്പോഴേക്കും അങ്ങോട്ട് കത്തിച്ച് കളയും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ റൂമൊക്കെ വേഗം അങ്ങോട്ട് തുടച്ചെടുക്കുവാണ്. നമുക്ക് മാക്സിമം പണി എന്തോരം ഒതുക്കാൻ പറ്റുമോ അത്ര ഒതുക്കും. ചിലപ്പോൾ ഞാൻ കുറച്ച് കിച്ചണിലേക്കുള്ള രാവിലെ എന്തെങ്കിലും വെജിറ്റബിളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെക്കും. ചിലപ്പോൾ കറി വെക്കാനുള്ള ടൈം കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മക്ക് ഹാഫ് ഡേ ആണ് കയറുന്നതെങ്കിൽ അമ്മ ഉണ്ടാവും മോർണിംഗ്. അപ്പോൾ എനിക്ക് കുക്കിങ്ങിൻ്റെ ആ സൈഡിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ കസേരയിൽ വാഷ് ചെയ്യാനുള്ള തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഹാൻഡ് വാഷ് ചെയ്യണത്, മിഷ്യത്തിൽ ഇടാൻ പറ്റാണ്ട് നമ്മൾ പുറത്തൊക്കെ ഇടുന്ന ഡ്രസ്സെല്ലാം കയ്യിലാണ് വാഷ് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ കസേരയിൽ വെച്ചേക്കണം. അതാണ് ഞങ്ങളുടെ വാഷിങ്ങിനുള്ള തുണിയെല്ലാം വെക്കണ കസേര. ഹോളിൽ പിന്നെ സോഫ ഉള്ളതുകൊണ്ട് ഈ കസേര അങ്ങനെ എടുക്കാറില്ല. അങ്ങനെ തുണിയെല്ലാം അവിടെ വെച്ചേക്കണതാണ്. നാളെ വാഷ് ചെയ്യാം നാളെ. അപ്പോൾ ഈ ക്ലീനിങ് ഒന്നും ഉണ്ടാവില്ല, ഫുള്ള് വാഷിംഗ് ആയിരിക്കും രാവിലെ തന്നെ. അങ്ങനെയാണ് ഈ ശനി ഞായറാഴ്ചയാണ് പിന്നെ എനിക്ക് വാഷിങ്ങിനൊക്കെ കൂടുതലും ഞാൻ ടൈം കൊടുക്കുന്നത്. അങ്ങനത്തെ ഇവിടെ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് ക്ലീൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലാസ്സിലേക്ക് കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡെയിലി മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരേക്കും ബൈ ഫ്രം ക്രേസി നൈറ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.